കേസെടുത്തത് കൊണ്ട് മാത്രം വിവാദങ്ങളിൽ നിന്ന് തടിയൂരാൻ സർക്കാരിനാകില്ല എന്നത് വ്യക്തമാണ്. നേരത്തെ ഇപ്പോൾ ഡൊമിനിക് പ്രസ്നേഷൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഡൊമിനിക് പ്രസ്നേഷൻ, ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ സർക്കാരിന് വിവേകമുദിച്ചു എന്ന തരത്തിലൊക്കെയാണ് വിലയിരുത്തൽ വരുന്നത്. പരാതി ലഭിച്ചു, പരാതിക്ക് ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും സർക്കാരിന് എന്തുകൊണ്ട് ഇത്രനാൾ കേസെടുക്കാൻ വൈകി എന്നതിന് ഉത്തരം പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഇത് കേസ് നേരത്തെ എടുക്കേണ്ടതായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു ആ കമ്പനിയുമായുള്ള വേറെ ബന്ധങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ കേസെടുക്കാൻ നിർബന്ധമായിരിക്കുന്നത്. ഈ സർക്കാർ കാണിച്ച വലിയ അലംഭാവമാണ്. ഒന്ന്, ആ ഷിപ്പ് ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പരിസരത്ത് ഫിഷ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഈ ട്രോളിംഗ് നിരോധനം വന്ന കാലഘട്ടത്തിൽ ഈ നമ്മുടെ വഞ്ചിക്കാർക്കും ഒക്കെ നല്ല കോള് കിട്ടേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ ആ പ്രദേശത്ത് പോകാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോഴും എന്താണ് അതിന്റെ ചുറ്റും ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഒരു കപ്പല് ഗവൺമെന്റ് വേറെ ഷിപ്പിലേക്ക് പോയായിട്ട് മനസ്സിലാക്കുന്നു. ഏതായാലും ശരി, അത് അടിയന്തരമായി ലൊക്കേറ്റ് ചെയ്യുക, അത് പൊക്കി മാറ്റാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്ത്. അല്ല, നേരത്തെ സർക്കാരിന്റെ നിലപാട് ചീഫ് സെക്രട്ടറിയുടെ ഒരു കുറിപ്പൊക്കെ വലിയ വിവാദമായിരുന്നു. ഈ കേസുമായി ക്രിമിനൽ കേസുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് വലിയ വിവാദമായി. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഒരു കേസെടുക്കുക ഒരു നിലപാട് മാറ്റത്തിന് കാരണമായിട്ടുണ്ടാവുകയെന്നാണ് കരുതുന്നത്? എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാകാത്തത് ഏതിനിപ്പോൾ നമ്മള് ഒരു നഷ്ടപരിഹാരത്തിൽ കോടതി പോകുമ്പോഴേ കോടതി ചോദിക്കില്ലേ നിങ്ങൾ FIR ഇട്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ആകെ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പൊ അവര് ഫണ്ട് ഇടേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഫിഷർമാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവർ സമരം നടത്തിയിരുന്നു താലൂക്ക് ഓഫീസിന് മുമ്പിലൊക്കെ. അതുപോലെ തന്നെ എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടാണത്. എനിക്ക് തോന്നുന്നു ഈ ഞാൻ മനസ്സിലാക്കിയത് ഈ അദാനിയുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ഈ വിഴിഞ്ഞം, അതുമായി ബന്ധപ്പെട്ട് അദാനിക്ക് കൂടെ ഷെയറുള്ള കമ്പനിയാണെന്നും പറഞ്ഞ് വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം ഇവര് വിഴിഞ്ഞം എന്ന് പറഞ്ഞാണ് ഇത് പാവപ്പെട്ട ഫിഷർമാനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായ വളരെ തെറ്റായ നടപടിയാണ്. അതൊരു എന്താ പറയാ, തീരദേശത്തോട് അല്ല തീരദേശ നിവാസികൾ കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണത്. ഇപ്പോഴും തിരുത്തി നന്നായി. ശരി, വളരെയധികം നന്ദി ശ്രീ ഡൊമിനിക് പ്രസ്നേഷൻ പ്രതികരിച്ചതിന്. കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസ്നേഷനാണ് ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിച്ചത്. സർക്കാരിന്റേത് തെറ്റായ നടപടി തന്നെയായിരുന്നു കേസെടുക്കാൻ വൈകിയത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.